എൻ്റെ സെമിനാർ ടോപ്പിക് എന്ന് പറയുന്നത് സെർവ്ലെറ്റ് ലൈഫ് സൈക്കിളാണ്. അതായത് ലൈഫ് സൈക്കിൾ ഓഫ് എ സെർവ്ലെറ്റ്. ഓക്കെ, ഫസ്റ്റ് സെർവ്ലെറ്റിൻ്റെ ലൈഫ് സൈക്കിൾ പറയുന്നതിന് മുന്നേ ബേസിക്കായിട്ട് നമ്മൾ സെർവ്ലെറ്റ് എന്താണെന്ന് അറിയണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സിമ്പിളായിട്ടുള്ള പിക്ചർ അല്ലെങ്കിൽ ഒരു ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് രണ്ട് സ്ക്വയർസ് ഉണ്ട്. ഈ ഫസ്റ്റ് സ്ക്വയർ ക്ലയൻറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു, സെക്കൻഡ് സ്ക്വയർ സെർവറിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഇതൊരു സിമ്പിൾ ക്ലയൻറ്റ് സെർവർ ആർക്കിടെക്ചറാണ്. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. ക്ലയൻറ്റ് എന്ന് പറയുന്ന ഒരു ബ്രൗസർ ആയിരിക്കും. ബ്രൗസർ ഒരു HTTP റിക്വസ്റ്റ് സെർവറിലോട്ട് സെൻഡ് ചെയ്യും. സെർവർ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെബ് പേജ് ആയിരിക്കും യൂഷ്വലി. ആ വെബ് പേജ് ക്ലയൻറ്റ് തിരിച്ചയക്കും. എന്നിട്ട് ക്ലയൻറ്റ് ഈ വെബ് പേജ് വെബ് ബ്രൗസറിൽ ലോഡ് ചെയ്യുമ്പോൾ യൂസർക്ക് കാണാൻ പറ്റും. സിമ്പിൾ ആർക്കിടെക്ചർ. പക്ഷേ ഇവിടെ നടക്കുന്ന പ്രോസസ്സ് എപ്പോഴും സിമ്പിൾ ആണെന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ക്ലയൻറ്റ് ഒരു വെബ് പേജിന് റിക്വസ്റ്റ് ചെയ്യുമ്പോൾ സെർവർ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വെബ് പേജ് റെസ്പോണ്ട് ചെയ്തുകൊണ്ട് സെൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇൻ കേസ് ക്ലയൻറ്റ് സെർവറിൽ എക്സിസ്റ്റ് ചെയ്യാത്ത ഒരു വെബ് പേജിനാണ് റിക്വസ്റ്റ് ചെയ്യുന്നതെങ്കിൽ സെർവർ ഈ വെബ് പേജിനെ ജനറേറ്റ് ചെയ്യണം. ഇവിടെ ഞാനിപ്പോൾ abc.html സെർവറിൽ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. സെർവറിൽ ആ കൂടെ ഉള്ളത് index.html ആണ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ വരുമ്പോൾ സെർവർ ക്ലയൻറ്റിൻ്റെ റിക്വസ്റ്റ് പ്രോസസ് ചെയ്തിട്ട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെബ് പേജ് ജനറേറ്റ് ചെയ്തെടുക്കണം. ഇതിനുപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ പ്രോഗ്രാമാണ് സെർവ്ലെറ്റ് എന്ന് പറയുന്നത്. ഇതിന് വെബ് കണ്ടെയ്നർ എന്നും പറയും. ഓക്കെ, സോ സെർവ്ലെറ്റ് എന്ന് പറയുന്നത് സിമ്പിളാണ്, ഒരു ആപ്ലിക്കേഷൻ പ്രോഗ്രാമാണ്. എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഡൈനാമിക് ആയിട്ട് വെബ് പേജിനെ ജനറേറ്റ് ചെയ്തെടുക്കും, അത്രയേ ഉള്ളൂ. ഇതിൻ്റെ ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ നമുക്ക് ഇൻസ്റ്റാഗ്രാം എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. ഇൻസ്റ്റാഗ്രാം ഞാൻ ഫസ്റ്റ് ടൈം ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ് ഓപ്പൺ ചെയ്യുമ്പോൾ എനിക്കൊരു ലോഗിൻ പേജ് ലോഡായി വരും. ഈ ലോഗിൻ പേജ് എന്ന് പറയുന്നത് ഇവിടുത്തെ index.html ആയിട്ട് കൺസിഡർ ചെയ്താൽ മതി. ഈ index.html എല്ലാ യൂസേഴ്സിനും കോമൺ ആയിരിക്കും. പക്ഷേ വൺസ് നമ്മൾ യൂസർ നെയിമും പാസ്വേഡും അടിച്ച് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഫീഡ് അല്ലെങ്കിൽ ഡാറ്റ എല്ലാവർക്കും ഡിഫറെൻ്റ് ആയിരിക്കും. അതാണ് ഈ സെർവ്ലെറ്റ് ജനറേറ്റ് ചെയ്തെടുത്ത വെബ് പേജ് എന്ന് കൺസിഡർ ചെയ്യാം. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ സെർവ്ലെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാറ്റാബേസിൽ ഡാറ്റ ഫെച്ച് ചെയ്തിട്ട് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഡൈനാമിക് വെബ് പേജ് പ്രൊഡ്യൂസ് ചെയ്യും ഫോർ ഡിഫറെൻറ്റ് യൂസേഴ്സ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ക്ലയൻറ്റ്. അത്രയേ ഉള്ളൂ. ഓക്കെ, ഇത്രയും മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് സെർവ്ലെറ്റിൻ്റെ ലൈഫ് സൈക്കിളിലോട്ട് വരാം. അപ്പോൾ സെർവ്ലെറ്റിൻ്റെ ലൈഫ് സൈക്കിൾ നമുക്ക് മെയിൻലി 3 ഫേസ് ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാം. ഇവിടെ നമുക്ക് 3 മെത്തേഡ് കാണാം. ഇനിറ്റ് മെത്തേഡ്, സർവീസ് മെത്തേഡ്, അതേപോലെ ഡിസ്ട്രോയ് മെത്തേഡ്. ഇത് 3 ഫേസ് ആണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇനിറ്റ് മെത്തേഡ് അല്ലെങ്കിൽ ഒരു ഇനീഷ്യലൈസേഷൻ ഫേസ്, ഇതെന്താ പറയുക? ഇനീഷ്യലൈസേഷൻ ഫേസ് അല്ലെങ്കിൽ ഈ ഇനിറ്റ് മെത്തേഡ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു HTTP റിക്വസ്റ്റ് സെർവറിലോട്ട് സെൻഡ് ചെയ്യണം. എൻ്റെ നീഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ എൻ്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഒരു വെബ് പേജ് എനിക്ക് കാണാം. പക്ഷേ ഈ വെബ് പേജ് സെർവറിൽ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അവിടെ സ്വാഭാവികമായിട്ട് സെർവ്ലെറ്റ് ക്രിയേറ്റ് ആവില്ല. ഈ ക്രിയേറ്റ് ആയ സെർവ്ലെറ്റ് ഡൈനാമിക്കലി ഒരു വെബ് പേജിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ കേപ്പബിൾ ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇനീഷ്യലൈസേഷൻ പ്രോസസ്സ് അതാണ് ഈ ഒരു ഇനിറ്റ് മെത്തേഡ് ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക് ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു സെർവ്ലെറ്റ്, ഞാൻ നേരത്തെ പറഞ്ഞു ഇൻസ്റ്റാഗ്രാമിൻ്റെ എക്സാമ്പിൾ. ഇൻസ്റ്റാഗ്രാമിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഞാനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഡാറ്റ ഡിസ്പ്ലേ ചെയ്യണം. അപ്പോൾ അതിനെന്ത് ചെയ്യണം? ഡാറ്റാബേസിനെ കണക്ട് ചെയ്യണം സെർവ്ലെറ്റുമായിട്ട്. അപ്പോൾ ഇങ്ങനത്തെ പരിപാടിയൊക്കെയാണ് ഈ ഇനിറ്റ് മെത്തേഡ് ചെയ്യുന്നത്. മെയിനായിട്ട് ഡാറ്റാബേസിനെ കണക്ട് ചെയ്യുക, അതേപോലെ തന്നെ സെർവ്ലെറ്റിനെ കോൺഫിഗർ ചെയ്യുക, അതേപോലെ തന്നെ വേരിയബിൾസിനൊക്കെ ഇനീഷ്യലൈസ്, ഇങ്ങനത്തെ പരിപാടിയൊക്കെയാണ് ഈ ഇനീഷ്യലൈസേഷൻ ഫേസിൽ നടക്കുന്നത്. ഈ രണ്ടാമത്തതാണ് സർവീസ് എന്ന് പറയുന്നത്. സർവീസ് ഫേസ് പറയുന്നതിന് മുന്നേ ഞാൻ ഒന്നും കൂടെ ഉറപ്പിക്കുക, ഈ ഇനീഷ്യലൈസേഷൻ ഫേസ് ഒറ്റ പ്രാവശ്യം കോളികളും അല്ലെങ്കിൽ ഇനിറ്റ് മെത്തേഡ് ഒറ്റ പ്രാവശ്യം കോളികളും. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മൾ കോമൺ സെൻസ് യൂസ് ചെയ്താൽ മതി. നമ്മൾ ഇനിറ്റ് മെത്തേഡ് കോൾ ചെയ്യപ്പോൾ ഒരു സെർവ്ലെറ്റ് ക്രിയേറ്റ് ആയി കഴിഞ്ഞാൽ ഇനിറ്റ് മെത്തേഡ് കോൾ ചെയ്ത് കഴിഞ്ഞാൽ ഡാറ്റാബേസിനെ കണക്ട് ചെയ്ത് പിന്നെ അതേപോലെ തന്നെ ഡാറ്റനെ കോൺഫിഗർ ഇങ്ങനത്തെ പരിപാടിയൊക്കെ നടക്കുന്നത്. ഇതൊക്കെ ഒറ്റ പ്രാവശ്യം ചെയ്താൽ പറയാം. മൾട്ടിപ്പിൾ ഒരു റിക്വസ്റ്റ് വരുമ്പോൾ പിന്നെയും കണക്ട് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഈ ഒരു മെത്തേഡിന് ഒറ്റ പ്രാവശ്യം കോൾ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഈ രണ്ടാമത്തെ മെത്തേഡിലോട്ട് പോവുക, സർവീസ് മെത്തേഡ്. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള. സർവീസ് മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസർ ഒരു റിക്വസ്റ്റ് അയച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ഈ ഒരു റിക്വസ്റ്റ് ഗെറ്റ് റിക്വസ്റ്റ് ആണോ പോസ്റ്റ് റിക്വസ്റ്റ് ആണോ നോക്കും. ഗെറ്റ് റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡാറ്റനെ ഫെച്ച് ചെയ്യാം. ക്ലയൻറ്റ് ഫെച്ച് ചെയ്യുന്നതിനാണ് ഗെറ്റ് റിക്വസ്റ്റ് എന്നത്. പോസ്റ്റ് റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡാറ്റ സബ്മിറ്റ് ചെയ്യും. ഒരു ഫോം സബ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പോസ്റ്റ് റിക്വസ്റ്റ് യൂസ് ചെയ്യാം. അതുപോലെ ഫസ്റ്റ് ഏത് റിക്വസ്റ്റിൻ്റെ ടൈപ്പ് കണ്ടുപിടിക്കും. എന്നിട്ട് നമ്മൾ അയച്ച റിക്വസ്റ്റിനെ പ്രോസസ്സ് ചെയ്തിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റെസ്പോൺസ് ജനറേറ്റ് ചെയ്തിടും. ഇത്രയുള്ള സർവീസ് ഫേസ് എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ വേറെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെർവ്ലെറ്റിനെ മൾട്ടിപ്പിൾ റിക്വസ്റ്റ് ഹാൻഡിൽ ചെയ്യാൻ പറ്റും അറ്റ് എ ടൈം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ത്രെഡ്സ് യൂസ് ചെയ്തിട്ട്. ത്രെഡ്സ് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്, ക്രോസിന് ഡിവൈഡുള്ള പരിപാടി. ഓക്കെ, അത്രയേ ഉള്ളൂ ഈ സർവീസ് ഫേസിൽ. ഇനി ലാസ്റ്റ് ഫേസാണ് ഡിസ്ട്രോയ് ഫേസ് എന്ന് പറയുന്നത്. ഡിസ്ട്രോയ് ഫേസ് അല്ലെങ്കിൽ ഡിസ്ട്രോയ് മെത്തേഡ് എപ്പോൾ കോൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സെർവർ ഷട്ട് ഡൗൺ ചെയ്യണം അല്ലെങ്കിൽ സെർവ്ലെറ്റിനെ റിമൂവ് ചെയ്യണം. ഇങ്ങനെ ഒരു കേസിൻ്റെ അകത്ത് നമ്മൾ ഫസ്റ്റ് ഇനിറ്റ് ഫേസിൻ്റെ അകത്ത് ഡാറ്റാബേസിനൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കണം. ഇതാണ് ഈ ഡിസ്ട്രോയ് ഫേസ് ചെയ്യുന്നത്. പക്ഷേ കണക്ട് ചെയ്ത് വെച്ച ഡാറ്റാബേസിനെ
ഡിസ്കണക്ട് ചെയ്യണം. അതേപോലെ തന്നെ ഇപ്പോൾ ഈ സെർവ്ലെറ്റ് കുറേ മെമ്മറി ആക്സസ് ചെയ്തിട്ടുണ്ടാവും. ഈ മെമ്മറിനെ ഫ്രീ ചെയ്യണം. പിന്നെ മെയിൻലി ഈ റിസോഴ്സ് ആക്സസ് ചെയ്തിട്ടുണ്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ സിസ്റ്റത്തിൽ ഒരുപാട് പ്രോസസ് ബാക്ക്ഗ്രൗണ്ടിൽ റൺ ചെയ്യുന്നുണ്ടാവും. എല്ലാ പ്രോസസ്സും പല പല റിസോഴ്സ് ആക്സസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഈ ആക്സസ് ചെയ്ത റിസോഴ്സിനൊക്കെ റിലീസ് ചെയ്യണ്ടേ. ഇങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്യുന്നത് ഡിസ്ട്രോയ് ഫേസാണ്. അപ്പോൾ ഈ 3 ഫേസിനകത്ത് ഇത്രയാണ് ഇതിലെ 3 ഫംഗ്ഷൻ വരുന്നത്. ഇനി ഒന്നുകൂടെ പറയാനാണെങ്കിൽ ജസ്റ്റ് ഇനിറ്റ് എന്ന് പറയുന്നത് ഇനീഷ്യലൈസേഷൻ, സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവീസ് മാത്രമാണ് മൾട്ടിപ്പിൾ ടൈംസ് കോൾ ചെയ്യുള്ളൂ. ഇനിറ്റും ഡിസ്ട്രോയും ഒറ്റ ടൈമേ കോൾ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. സർവീസ് എന്ന് വെച്ചാൽ ക്ലയൻറ്റ് എത്ര റിക്വസ്റ്റ് അയക്കുന്നത് അത്രയും പ്രാവശ്യം കോൾ ചെയ്തുകൊണ്ടിരിക്കും. അതേപോലെ തന്നെ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇപ്പോൾ വരുന്ന റിക്വസ്റ്റിനെ ഫസ്റ്റ് ഗെറ്റ് ആണോ പോസ്റ്റ് ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യും. എന്നിട്ട് അതിനനുസരിച്ച് റിക്വസ്റ്റിനെ പ്രോസസ് ചെയ്തിട്ട് അതിനുള്ള റെസ്പോൺസ് തിരിച്ച് ക്ലയൻറ്റിന് സെൻഡ് ചെയ്ത് കൊടുക്കും. ഇത്രയുള്ള സെർവറിൻ്റെ ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത് ജസ്റ്റ് 3 ഫേസ്: ഇനിറ്റ്, സർവീസ്, ഡിസ്ട്രോയ്. അത് ഇനിറ്റും ഡിസ്ട്രോയും സിംഗിൾ ടൈമേ കോൾ ചെയ്യുള്ളൂ, മറ്റേത് മൾട്ടിപ്പിൾ ടൈംസ് കോൾ ചെയ്യും. 3ൻ്റെയും ഫംഗ്ഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞു.